ഓക്കെ സർ. ഇപ്പോൾ കാണുന്നുണ്ടല്ലേ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ആഫ്റ്റർ +2 കൊമേഴ്സ് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ അധികം കോഴ്സുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു പോകുന്നത് +2 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏതൊക്കെ മേഖലയിലേക്ക് കുട്ടികൾക്ക് ഏതൊക്കെ കോഴ്സുകൾ എടുത്തിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യമേ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് കൊമേഴ്സ് നമ്മളെ കുട്ടികളൊക്കെ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ പ്രിഫറൻസ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ പാറ്റേണിൽ തന്നെയാണ് കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് പോകുന്നത്. നല്ല A+ കിട്ടിയ കുട്ടികളൊക്കെ സയൻസ് കോഴ്സിന് പോവുക, പിന്നെ അത് കിട്ടാത്തവർ കൊമേഴ്സിന് പോവുക, അതും കിട്ടാത്തവർ ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഒരു രീതിശാസ്ത്രത്തിലാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പോക്ക്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊക്കെ പ്രചരിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ അവരുടെ താല്പര്യത്തിനും ഇൻട്രസ്റ്റിനും അനുസരിച്ചായിരിക്കണം അവരുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഫാക്ടേഴ്സ് ഓഫ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്, അതായത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പല ഘടകങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ജെൻഡർ, ഓപ്പർച്യൂണിറ്റി, സ്കോപ്പ്, ഇങ്ങനെ തുടങ്ങി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു വിദ്യാർത്ഥി അവരുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനുള്ള നമുക്ക് വിദ്യാർത്ഥികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, ധാരാളം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവനവന് ഏത് മേഖലയിലാണ് ഇൻട്രസ്റ്റോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് കുട്ടികളും അല്ലെങ്കിൽ പഠിതാക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം അവരുടെ കരിയർ അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ധാരാളം ടെസ്റ്റുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സിജി നടത്തുന്ന ഒന്നാണ് CDAT എന്ന് പറയുന്നത്. കുട്ടികളുടെ നമ്മുടെ അഭിരുചിയും നമ്മുടെ താല്പര്യവും ഒക്കെ അറിയാൻ ഏതൊക്കെ മേഖലയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നല്ലൊരു കരിയർ സൃഷ്ടിക്കാൻ സിജിയുടെ CDAT ഉപകരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കേരള ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ധാരാളം ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ താല്പര്യവും ഇൻട്രസ്റ്റും അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പഠന മേഖല അല്ലെങ്കിൽ കരിയർ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ ആഫ്റ്റർ +2 ശേഷം കൊമേഴ്സ് കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ നമുക്ക് അനുഗുണവും നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മുടെ കരിയറിൽ നമുക്ക് ശോഭിക്കാനും കഴിയുന്നതായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ കൊമേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. ആഫ്റ്റർ +2 ശേഷം കൊമേഴ്സ് കോഴ്സുകളെ കുറിച്ച് ചെറിയൊരു അവയർനെസ് നൽകി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കൊമേഴ്സ് മേഖല എന്ന് പറയുന്ന അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ മാനേജേഴ്സ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ആർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹം. ആർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എഴുതിയിട്ടുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വായിക്കാനും കഴിയും. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തുള്ള മൾട്ടിനാഷണൽ കമ്പനി 250 മൾട്ടിനാഷണൽ കമ്പനികൾ അദ്ദേഹം എടുക്കുകയും എന്നിട്ട് അത് പരിശോധിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ 250 മൾട്ടിനാഷണൽ കമ്പനികളുടെ മാനേജർമാരിൽ 80% മാനേജേഴ്സും, ലോകത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ 250 കമ്പനികൾ എടുത്തപ്പോൾ അതിൽ 80% മാനേജേഴ്സും ഇന്ത്യ വംശജരാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അവരെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൊമേഴ്സ് കോഴ്സുകൾ എടുത്ത് അവർ ഹയർ സ്റ്റഡി കൊമേഴ്സിലൂടെ മുന്നോട്ട് പോയി നല്ല ലോകത്തിൻ്റെ ഉന്നതമായ പൊസിഷനിലെത്തിയ ആളുകളാണെന്ന് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, കൊമേഴ്സ് മേഖല എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡിമാൻഡുള്ള മേഖലയാണ്. അതായത് ഹയസ്റ്റ് ഡിമാൻഡഡ് കോഴ്സാണ് യഥാർത്ഥത്തിൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹയസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി വേൾഡ്, ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോഴ്സുകളിൽപ്പെട്ട കോഴ്സുകൾ അടങ്ങിയ ഒരു സ്ട്രീമാണ് യഥാർത്ഥത്തിൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സിനെ തന്നെ നമുക്ക്, കൊമേഴ്സ് കോഴ്സസുകളെ നമുക്ക് പ്രൊഫഷണൽ എന്നും സെമി പ്രൊഫഷണൽ എന്നും അതേഴ്സ് എന്ന 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. അതിൽ പ്രൊഫഷണലിൽ വരുന്നതാണ് CA, CMA, CS, ACCA, CPA, CIMA, CFA, PGDM, IP അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോഴ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാണ്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നല്ല എബിലിറ്റി സ്കില്ലുള്ള ആളുകൾ ഈ കോഴ്സ് ഇത് നല്ല ഉഷാറായിട്ട് പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന നല്ല ഒരു കരിയറിലേക്ക്, നല്ലൊരു പ്രൊഫഷണലിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രത്യേകത. സെമി പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രത്യേകത നമുക്കറിയാം. സെമി പ്രൊഫഷണൽ കോഴ്സുകൾ BCom, MCom, BCom ഹോണേഴ്സ് തുടങ്ങിയ നമ്മുടെ കോഴ്സുകൾ, നമുക്ക് കമേഴ്ഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന കോഴ്സുകൾ തന്നെയാണ്. ആ കോഴ്സുകൾ കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. അതുകൊണ്ട് അതിനാണ് സെമി പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അതർ കാറ്റഗറിയാണ്. BA എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതേപോലെയുള്ള മറ്റു BBA, MBA, BBMI, BMS, BMM, BBMI, BFT തുടങ്ങിയ മറ്റു അതർ കോഴ്സുകൾ. ഇങ്ങനെ 3 സ്ട്രീമുകളാണ് കൊമേഴ്സിനുള്ളത്. ഇതിൽ ഏതെടുത്തു പോകാനും നമുക്ക് +2 ശേഷം സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ്. നമുക്കറിയാം അല്ലേ, CA എന്ന് പറയും. CA, CMA, CS നമുക്ക് ഓരോന്നോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും CA എന്ന് പറയുന്നത്, CAക്ക് ഫൗണ്ടേഷൻ കോഴ്സ്, അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് കോഴ്സ്, അതേപോലെ തന്നെ ഫൈനൽ, 3 പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ വിഷയത്തിൽ ഉള്ളത്. നമുക്കറിയാം ഈ CA കോഴ്സ് എന്ന് പറയുന്നത് ബാങ്കിങ്, അതേപോലെ തന്നെ ഇൻഷുറൻസ്, ഫിനാൻസ് മേഖലകളിലൊക്കെ ഉയർന്ന തസ്തികളിൽ അല്ലെങ്കിൽ ഉയർന്ന ജോലികൾ നേടാനും ഒക്കെയുള്ള ഒരു കോഴ്സാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിയമപ്രകാരം സ്ഥാപനങ്ങളും അതേപോലെ തന്നെ കമ്പനികൾ അതേപോലെ തന്നെ വ്യക്തികളുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിരീക്ഷണം നടത്തുകയും അതിനെ ഉപദേശിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അത് ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ നമുക്ക് നല്ലൊരു കരിയറിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് CA. കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്ത് വർക്ക് ഹാർഡ് ചെയ്ത് കൺസിസ്റ്റൻസിയോട് കൂടി ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ് ഫീൽഡിലൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ പെർഫോം ചെയ്യാൻ കഴിയും. താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഘടന നമ്മൾ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. ഫൗണ്ടേഷന് 4 പേപ്പറാണ്, ഇന്റർമീഡിയറ്റിന് 6 പേപ്പറാണ്, ഫൈനലിന് 6 പേപ്പർ. ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മെമ്പർഷിപ്പ് കിട്ടും ഉള്ളതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ വിശദീകരിച്ച് പോവുകയാണ്. ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്, ചോദ്യോത്തര സെഷൻ ഉള്ളതുകൊണ്ട്. രണ്ടാമത്തത് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പൊസിഷനിലാണ്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി സെക്രട്ടറിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതോറിറ്റി ആണ് ഇതിന് ഈ കോഴ്സ് നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ കമ്പനി ആക്ട് പ്രകാരം കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിരീക്ഷിക്കുക, കമ്പനികളുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോവുക. കമ്പനി ഡയറക്ടർ ബോർഡിന്റെ ചുമതലക്കാരനൊക്കെയാണ് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂട്ടീസ് അവിടെ 1 by 1 സ്ലൈഡിൽ 1 by 1 ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കംപ്ലയൻസ് വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബോർഡ് സപ്പോർട്ട്, അഡ്വൈസിംഗ് ബോർഡ്, ഓർഗനൈസിംഗ് മീറ്റിംഗ്, റെക്കോർഡിംഗ് മിനിറ്റ്സ്, ഇങ്ങനെ തുടങ്ങി
കോർപ്പറേറ്റ് ടാക്സ് ലോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കമ്പനി ആക്ട് പ്രകാരം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കമ്പനിയുടെ നടത്തിപ്പിൽ മുഖ്യമായ റോള് വഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്പനി സെക്രട്ടറിയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറി കോഴ്സിന്റെ എന്താണ് ലെവൽസ് ഓഫ് CS കമ്പനി സെക്രട്ടറി കോഴ്സ്, അതിനൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, CSEET എന്ന് പറയുന്ന CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് പ്രൊഫഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നതാണ്. പിന്നെ അതിനുശേഷം പ്രീ മെമ്പർഷിപ്പ് ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ അതിന് ലാസ്റ്റ് ആണ് നമുക്ക് CS കമ്പനി സെക്രട്ടറി മെമ്പർഷിപ്പ് നൽകുന്നത്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് കിട്ടുന്നതോട് കൂടി തന്നെ നല്ല വൻ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ കമ്പനി സെക്രട്ടറി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള എത്ര പേപ്പർ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ എത്ര പേപ്പർ ഉണ്ട് എന്നൊക്കെ ഞാൻ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫീയും ഒക്കെ സൂചിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം CA, CS, പിന്നെ CMA എന്ന് പറയുന്നത് നമുക്കറിയാം കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. വലിയ കമ്പനികളിൽ നമുക്ക് ജോലി കിട്ടാൻ നല്ല CMA കോഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്, CMA തന്നെ 2 ഉണ്ട്, CMA ഇന്ത്യ ആൻഡ് US. CMA കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി നമുക്കറിയാം, കോസ്റ്റ് അനാലിസിസ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെ തുടങ്ങി ധാരാളം റെസ്പോൺസിബിലിറ്റി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അതോടൊപ്പം തന്നെ CMA കഴിഞ്ഞ ഒരാൾക്ക് ഏതൊക്കെ മേഖലയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതാണ്. ഒരു CMA കോഴ്സ് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ചെയ്ത ആൾക്ക് ഫിനാൻസ് മാനേജർ ആവാം, വലിയ കമ്പനികളിൽ ഫിനാൻസ് മാനേജർ ആകാം, ഫിനാൻസ് കൺട്രോളർ ആവാം, അതേപോലെ തന്നെ അക്കൗണ്ട് മാനേജർ, കോസ്റ്റ് കൺട്രോളർ, ഫിനാൻസ് ഡയറക്ടർ, ചീഫ് ഇന്റേണൽ ഓഡിറ്റർ ഒക്കെ ആകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന നല്ല ഒരു കോഴ്സാണ് CMA കോഴ്സ് എന്ന് പറയുന്നത്. അതിനും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. ഫൗണ്ടേഷന് 4 പേപ്പർ ഉണ്ട്, ഇന്റർമീഡിയറ്റിന് 8 പേപ്പർ, ഫൈനലിന് 8 പേപ്പർ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു 15 മാസം ട്രെയിനിങ്ങും വിഷയത്തിൽ ഉണ്ട്. അതിൻ്റെ ഫീസ് ഒക്കെ സൈഡ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ CMA. ഈ CMA US എന്ന് പറയുന്നതും CMA ഇന്ത്യ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. അത് CMA ഇന്ത്യ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. CMA US-ന്റെ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ട്, അത് ഗവേണിംഗ് ബോഡി ഒക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. CMA US എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 181 രാജ്യങ്ങളിൽ അംഗീകാരമുള്ള അംഗീകാരമുള്ള കോഴ്സാണ്. അതേപോലെ തന്നെ 181 രാജ്യങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ മാത്രമേ CMA ക്വാളിഫൈഡ് ആളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും ഇന്ത്യയുടെ സമീപസ്ഥ ബംഗ്ലാദേശ്, നേപ്പാൾ അങ്ങനെ തുടങ്ങിയ നമ്മളുമായി ബന്ധപ്പെട്ട ചില രാജ്യങ്ങളിൽ മാത്രമേ CMA ഇന്ത്യ കഴിഞ്ഞ ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. CMA US ആണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാം. CMA ഇന്ത്യയും US തമ്മിലുള്ള ഫോക്കസിങ്ങിലുള്ള വ്യത്യാസവും നമ്മൾ സൈഡിൽ കോസ്റ്റ് മാനേജ്മെന്റ് ആണ്, ടാക്സേഷൻ, റെഗുലേറ്ററി കംപ്ലൈൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ പ്രത്യേകമായിട്ടും CMA ഇന്ത്യ 3-4 വർഷം എടുക്കുമെന്നുള്ളതാണ്. അതേസമയം CMA US എന്ന് പറയുന്നത് ഒരു ഒറ്റ വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ എത്രത്തോളം അതിന് മനസ്സ് വെക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ CMA, CA, CMA, CS നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ACCA എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഇന്റർനാഷണൽ കോഴ്സാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ആൻ ഇന്റർനാഷണൽ CA. എന്താ പറയുക, ഇന്റർനാഷണൽ CA എന്നാണ് ACCA നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ അതിന് UK-യുടെ CA എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതായത് അതും 181 കൺട്രീസ് അംഗീകാരമുള്ള ഒരു കോഴ്സാണ്. ഈ ACCA കോഴ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്ലേസ്മെന്റിന് വളരെയധികം സാധ്യതയാണ്. അതായത് ACCA എന്ന് പറയുന്ന ഈ കോഴ്സ് കഴിയുന്നതോട് കൂടി നമുക്ക് ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. 7000-ഓളം എംപ്ലോയേഴ്സ് ഇതിൽ
ഈ ACCA ഉണ്ട് എന്ന് പറഞ്ഞാൽ ACCA കഴിഞ്ഞ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന രജിസ്റ്റേർഡ് 7000-ഓളം എംപ്ലോയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ IFRS സിലബസിനെ, അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇതിൻ്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഈ ACCA കഴിഞ്ഞ ആളുകളെ അപ്പോയിന്റ് ചെയ്യുകയും അവിടെ ജോലി ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ജോലി അവിടെ കിട്ടുമെന്നുള്ളത്, അവരെ സെലക്ട് ചെയ്യുമെന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ACCA കോഴ്സിനും 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് അപ്ലൈഡ് നോളജ് മൊഡ്യൂൾ എന്ന് പറയുന്ന 3 പേപ്പറാണ് ആ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. 2 hours ഡിമാൻഡഡ് എക്സാം, ഓൺ ഡിമാൻഡ് എക്സാം ആണ്. 1 പേപ്പറിന് 8000 രൂപയാണ് അതിൻ്റെ ഫീസ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു പോവുക, ഞാൻ പറഞ്ഞു പോവുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് സ്കില്ല്, 6 പേപ്പറുകൾ വരുന്ന രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ മൊഡ്യൂൾ എന്ന് പറയും, 4 പേപ്പർ അടങ്ങിയ. പിന്നെ അതിനുശേഷം ഈ ഒരു കേസ് സ്റ്റഡിയും നടത്തേണ്ടത്, അതിനും അതിൻ്റെതായ ഫീസ് ഉണ്ട്, 18000 രൂപ ഫീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ACCA പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നല്ല സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത് കൺസിസ്റ്റൻസിയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈ പൊസിഷനിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ, കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ നല്ല ജോലിയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അതായത് ഇതിനെ പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ എന്നൊക്കെ ആയിട്ടാണ് ഓരോ സ്ഥാപനങ്ങളെയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, സ്ഥാപനങ്ങളുടെ റാങ്കിങ്ങിനനുസരിച്ച്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഗോൾഡൻ റേറ്റിങ്ങിലുള്ള സ്ഥാപനങ്ങൾ ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. പ്ലാറ്റിനം, ഗോൾഡൻ ആൻഡ് സിൽവർ, ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് തിരിക്കപ്പെട്ടിട്ടുള്ളത്. എനിവേ, എന്തായാലും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകൾ, അതിൽ CA പറഞ്ഞു, CS പറഞ്ഞു, ACCA പറഞ്ഞു, പിന്നെയും CMA പറഞ്ഞു, പിന്നെ ധാരാളം കോഴ്സുകൾ CFA, ACCA നമ്മൾ പറഞ്ഞു, CMA US, CIMA, CPA, പിന്നെ CAT, അതായത് CFP, CIA, ഇങ്ങനെ തുടങ്ങി BA. ഞാൻ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ പ്രൊഫഷണലി അക്കൗണ്ടൻ്റ് നല്ല രൂപത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്ന നല്ല കോഴ്സുകളാണ്. അതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് ഓർത്തു വെക്കുക. പിന്നെ അടുത്തത്, അപ്പോൾ പ്രൊഫഷണൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സെമി പ്രൊഫഷണൽ, കൊമേഴ്സിലെ 3 നമ്മൾ 3ആക്കി തരംതിരിച്ചിട്ടുണ്ട്. പ്രൊഫഷണലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ CA, CMA, ACCA തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ. പിന്നെ രണ്ടാമത്തെ സെമി പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ പറഞ്ഞു, BCom, MCom ഒക്കെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ BCom ഫിനാൻസ്, ജനറൽ, അങ്ങനെ ധാരാളം കോഴ്സുകൾ. ഇതിൻ്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ BCom കഴിഞ്ഞ അല്ലെങ്കിൽ MCom കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിനെ സെമി പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രൊഫഷണൽ സെമി പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രധാനപ്പെട്ടത്. BCom ഹോണേഴ്സ്, സാധാരണ BCom തന്നെ BCom കോഴ്സ് ഉണ്ടാവും, ജനറൽ ഉണ്ടാവും, ഫിനാൻസ് ഒക്കെ. അതിന് പുറമെ നമുക്കറിയാം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ BCom ഹോണേഴ്സ് എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലെ BCom കോഴ്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിട്ട് BCom ഹോണേഴ്സ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ള ഹോണേഴ്സ് BCom ഹോണേഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. BCom ഹോണേഴ്സ് കോഴ്സിന് എപ്പോഴും ഒരു എന്താ പറയുക, MOI എന്ന് പറയും, അതായത് ഇൻഡസ്ട്രിയുമായിട്ട് ഒരു യൂണിവേഴ്സ് എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ടാവും. അവർ സിലബസ് ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് അവർ പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ് ആ കോഴ്സ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും. പിന്നെ BCom തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് സ്ക്രീനിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. BCom ജനറൽ, BCom ഹോണേഴ്സ്, BCom ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, BCom ഇൻ എക്കണോമിക്സ്, BCom ഇൻ ടാക്സേഷൻ, BCom ഇൻ മാർക്കറ്റിംഗ്, BCom ഇൻ ഇ-കൊമേഴ്സ്, BCom ഫിനാൻഷ്യൽ മാർക്കറ്റ്, BCom ഇന്റർനാഷണൽ ബിസിനസ്, BCom കോർപ്പറേറ്റ് ലോ തുടങ്ങി ധാരാളം, ഏകദേശം 100-ലധികം BComമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുതിയ കോഴ്സുകൾ നമുക്ക് കാണാൻ കഴിയും. BCom ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സുകൾ വരെ BCom സ്ട്രീമിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൊമേഴ്സ് സ്ട്രീമിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് താല്പര്യമുള്ളവരൊക്കെ അതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് കൊമേഴ്സ് ആഫ്റ്റർ +2 കൊമേഴ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റു മേഖലകളിലേക്ക് പോവുക. അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM
പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ സമൂഹത്തിൽ പൊതുബോധം എന്ന് പറയുന്നത് ഹയർ അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയൻസ് പഠിച്ചവർക്ക് മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പൊതുബോധം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം കൊമേഴ്സ് പഠിച്ചവർക്കും IIM-ലും NIT-കളും IIT-കളിലും ഒക്കെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു അവബോധം നമുക്ക് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഒന്ന് ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് IPM എന്ന് പറയും, പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ഈ കോഴ്സിന് IIM-ൽ പ്ലസ് ടു കഴിഞ്ഞ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ IIM-ൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ IIM-ൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ല പ്ലേസ്മെന്റ് ഉണ്ടാവും. നല്ല സാലറി, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന കാലിബറുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യലുള്ള സ്കില്ലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന നല്ല കരിയറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് IPMAT എന്ന് പറയുന്ന. അത് ക്രാക്ക് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല പൊസിഷനിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ ഗ്രാജുവേഷൻ MBA കോഴ്സുകൾ IIM-കളിലുണ്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, അതിലും നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്. പിന്നെ അതേപോലെ തന്നെ IIM ഓഫർ ചെയ്യുന്ന IPM 5 years ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. IIM ഇൻഡോറിൽ 120 സീറ്റ്, IIM റോത്തക്, അതേപോലെ തന്നെ IIM റാഞ്ചി, ഇവിടെയൊക്കെ ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ എൻട്രൻസ് ടെസ്റ്റ് ക്രാക്ക് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ എക്സാം പാറ്റേൺസും ടോട്ടൽ ക്വസ്റ്റ്യൻ ഇൻ എക്സാം 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി MCQ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ വെർബൽ എബിലിറ്റി, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ് എന്നൊക്കെ അടങ്ങിയ സിലബസ് ആയിരിക്കും അതിൻ്റെ എക്സാമിനുണ്ടാവുക, എൻട്രൻസ് എക്സാമിനുണ്ടാവുക. അത് നമ്മളതിന് പരിശീലനം നേടി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IIM-ൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ജോയിൻ ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ കോമൺ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് CMAT, പിന്നെ അതേപോലെ തന്നെ CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ് IIM അഹമ്മദാബാദിൽ അല്ലേ, ഇതൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് IIM അഹമ്മദാബാദിൽ, പിന്നെ അതേപോലെ സേവിയർ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ജംഷഡ്പൂരിൽ HR മേഖലയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്ന ഒരു IIM-ആണ് ജംഷഡ്പൂരിൽ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അവിടുത്തെ എൻട്രൻസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് അത് ക്രാക്ക് ചെയ്ത് നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു കരിയറിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കം. ഓക്കെ, അപ്പോൾ IIM-ൽ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ കൊമേഴ്സ് പഠിച്ച ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ IIM മുംബൈയിൽ MBA 2 year കോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ BBA കോഴ്സുകളും ധാരാളമുണ്ട്. അത് കോഴ്സസ് സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. BBA ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്, അത് ഡാറ്റാ സയൻസ്, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള മൈക്രോ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള കോഴ്സ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള IIM മുംബൈയിൽ പഠിക്കാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ, IIM മുംബൈയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ക്വാളിഫിക്കേഷൻ 50% മാർക്സ് ഫോർ ഡിഗ്രി. പിന്നെ അതേപോലെ തന്നെ IIM CAT ക്വാളിഫൈഡ് ആവണം. ഇൻ്റർവ്യൂ 21 ലക്ഷമാണ് അതിൻ്റെ ഫീ എങ്കിലും നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സാലറി നമുക്ക് കിട്ടും. അത് നമുക്ക് ഒരു നല്ല പ്ലേസ്മെൻ്റ് ഉണ്ടാവും. ആ ഫീസിൻ്റെ അത്ര പോകുന്ന സാലറികളൊക്കെ നമുക്ക് കിട്ടുമെന്നും, അതുകൊണ്ട് നല്ല മുന്നൊരുക്കത്തോടു കൂടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശീലനം നേടുക. പിന്നെ അതേപോലെ തന്നെ IIM കഴിഞ്ഞ് കഴിഞ്ഞാൽ CAMAT, കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമുക്ക് കേരളത്തിലെ മാനേജ്മെൻറ്റ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് CAMAT എന്ന് പറയുന്നത്, കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക്
കേരളത്തിലെ ബെസ്റ്റ് കോളേജ് ക്യാമ്പസുകൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, രാജഗിരി കോളേജ്, TKM കോളേജ് തുടങ്ങി ധാരാളം മാനേജ്മെൻറ്റ്, BBA മറ്റു കോഴ്സുകളൊക്കെ ഉള്ള ക്യാമ്പസുകളുണ്ട്. ആ ക്യാമ്പസുകളിൽ നല്ല ക്യാമ്പസുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ KMAT എന്ന് പറയുന്ന കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് +2 ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സംഗതി. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ മേജർ BBA MBA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള, IIM കോഴിക്കോട് BBA MBA കോഴ്സുകളുള്ള IIM കോഴിക്കോട്, NIT കാലിക്കറ്റ് കോഴിക്കോട്, പിന്നെ ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി കൊച്ചി, പിന്നെ കുസാറ്റിലുണ്ട്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി നമ്മളെ മലപ്പുറത്തുള്ള സെൻട്രലുണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് അവിടെ ഉണ്ട്, കുഫോസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കാണിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. പക്ഷെ നമ്മളതിൽ നല്ല നല്ല ക്യാമ്പസുകൾ പ്രിഫർ ചെയ്തിട്ട് BBAക്കോ MBAക്കോ ജോയിൻ ചെയ്ത് മാനേജ്മെൻറ്റ് മേഖലയിലൊക്കെ നമുക്ക് മുന്നേറാവുന്നതാണ് +2 കൊമേഴ്സ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. പിന്നെ അതിൻ്റെ ഓരോരോ മാർക്കറ്റിംഗ്, HR, ഫിനാൻസ്, ഇതൊക്കെ ഈ മേഖലയിലേക്കൊക്കെ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പോകാവുന്നതാണ്. പ്രത്യേകിച്ച് ബിസിനസ് മാനേജ്മെൻറ്റ് മേഖലയിൽ 2 ഇയർ 3 ഇപ്പോൾ 3 ഇയർ ആൻഡ് 5 ഇയർ 4 ഇയർ കോഴ്സുകളൊക്കെ BBA, പിന്നെ അതേപോലെ തന്നെ BBA ഏവിയേഷൻ, BBA എയർ കാർഗോ മാനേജ്മെൻറ്റ്, BBA എയറോനോട്ടിക്കൽ, BBA റീറ്റെയിൽ മാർക്കറ്റിംഗ്, BBA കസ്റ്റമർ കെയർ മാനേജ്മെൻറ്റ്, ഇങ്ങനെ തുടങ്ങിയ ധാരാളം കോഴ്സുകളുണ്ട്. BBA ലോജിസ്റ്റിക് തുടങ്ങിയ കോഴ്സുകളൊക്കെ ധാരാളമുണ്ട്. ഏതിനാണോ അവനവന് ഇഷ്ടമുള്ളത് അത് ഓപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ക്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമാണ് JIPMAT എന്ന് പറയുന്നത്, ജോയിന്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് JIPMAT എന്ന് പറയുന്നത് IIM ജമ്മു, അതേപോലെ തന്നെ IIM ബോധ്ഗയ, ഇവിടെ ഉള്ള ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഇത് JIPMAT എന്ന് പറയുന്നത്. അതിൻ്റെ പാറ്റേണും ടോട്ടൽ ക്വസ്റ്റ്യൻ 100 ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, പിന്നെ അതേപോലെ വെർബൽ എബിലിറ്റി, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിംഗ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ എക്സാമിന് ചോദിക്കുക, എൻട്രൻസ് ടെസ്റ്റിന് ചോദിക്കുക JIPMAT. അപ്പോൾ അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ IIM ജമ്മുവിലും അതേപോലെ തന്നെ IIM ബോധ്ഗയയിലും നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു സംഗതിയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോധ്പൂർ, എയിംസിൽ കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എയിംസ് എന്ന് പറയുന്നത് സയൻസിൽ ഉള്ള ആളുകൾ പോയി ജോയിൻ ചെയ്യും. MBBS അതേപോലെ തന്നെ നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണല്ലോ അവിടെ ഉണ്ടാവാറുള്ളത്. എയിംസിൽ നമുക്ക് കൊമേഴ്സിലൂടെ വന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതിനൊരു മറുപടിയാണ്. നമുക്കും പറ്റും, കൊമേഴ്സിലൂടെ വന്ന ആൾക്കും പറ്റും. മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന MPH എന്ന് പറയുന്ന ഒരു കോഴ്സ് അവിടെ നടത്തുന്നുണ്ട്. അത് ടു മോൾഡ് പ്രൊഫഷണൽസ് ടു ഹാൻഡിൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഇറ്റ്സ് കൺസേൺ ആക്ടിവിറ്റീസ്. അതിൻ്റെ മൊഡ്യൂൾസ്, ആ കോഴ്സിൻ്റെ മൊഡ്യൂൾസ് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽത്ത് എക്കണോമിക്സും ഒക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു 2 ഇയർ പ്രോഗ്രാമാണ്. 2 ഇയർ പ്രോഗ്രാമാണ് ഈ കോഴ്സ്. മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന കോഴ്സ് 2 ഇയർ പ്രോഗ്രാമാണ്. അതിൻ്റെ അഡ്മിഷൻ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 20ആണ്. അതിനെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് 20 സീറ്റുകൾ, 10 സീറ്റുകൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ 10 സീറ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBBS, BDS, ആയുഷിലെ ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ആ 10 സീറ്റ് കിട്ടുള്ളൂ. പിന്നെ നോൺ മെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് 4 സീറ്റുകളാണ് അവിടെ ഉള്ളത്. നഴ്സിംഗ്, വെറ്റിനറി സയൻസ്, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, എഞ്ചിനീയറിംഗ്, ബിടെക് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറയുന്നു. പിന്നെ അതേപോലെ ന്യൂട്രീഷൻ, ഫാർമസി, അഗ്രികൾച്ചർ സയൻസ്. ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്യ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, സോഷ്യൽ സയൻസ് MA. അവിടെയാണ് കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ആ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസ്, അത് എക്കണോമിക്സ് ആവട്ടെ, MCOM ആവട്ടെ, ഏത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട എക്കണോമിക്സോ പൊളിറ്റിക്സോ ഏത് കോഴ്സ് കഴിഞ്ഞ ഹിസ്റ്ററിയോ ഏത് കോഴ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. 4 സീറ്റാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു 6 സീറ്റ് സ്പോൺസേർഡ് ആണ്. 3 ഇയർ എക്സ്പീരിയൻസ്, മൾട്ടിനാഷണൽ കമ്പനികളിലോ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളിലോ ഒക്കെ 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക്
മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന എയിംസ് നടത്തുന്ന കോഴ്സിലേക്ക് കൊമേഴ്സിലുള്ള ആളുകൾക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സിലെ ആൾ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, അതായത് CA CMA CS അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ BCom ആയി ബന്ധപ്പെട്ട് പറഞ്ഞു. പിന്നെ IIM-ൽ നല്ല NIT-കളിലൊക്കെ എത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു. ഇനി കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് അടുത്തതായിട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് പോലെ തന്നെ ലോകത്ത് അല്ലെങ്കിൽ നല്ല ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ് സപ്ലൈ ചെയിൻ. എന്താണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതാണ്. ശരിക്കും യഥാർത്ഥത്തിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, എന്താ പറയുക, ലോജിസ്റ്റിക്കിന്റെ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിഭവങ്ങൾ സമാഹരണം തുടങ്ങി, വിഭവങ്ങൾ സമാഹരിക്കുക, പിന്നീട് അത് ഉൽപ്പാദിപ്പിക്കുക, പിന്നെ അത് വിനിമയം അല്ലെങ്കിൽ വിതരണം ചെയ്യുക, പിന്നെ അത് വിനിമയം അതായത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രോസസ്സുകളും ഹാൻഡിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ഉൽപാദന യൂണിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് വലിയൊരു മാനേജ്മെന്റ് ശാഖയാണ്. ആ ശാഖയാണ്. അപ്പോൾ ആ കോഴ്സ് ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. ധാരാളം കോഴ്സുകൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും ഈ സപ്ലൈ ചെയിൻ കോഴ്സുകൾ, അതേപോലെ തന്നെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IMU എന്ന് പറയുന്നത്. അവിടെ BBA ലോജിസ്റ്റിക് റീറ്റെയിലിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് ചെന്നൈയിലും കൊച്ചിയിലും ക്യാമ്പസ് ഉണ്ട്. അവിടെ ഈ കോഴ്സ് ലോജിസ്റ്റിക് മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് IIM ചെന്നൈ, കൊച്ചി, കൽക്കട്ട, വിശാഖപട്ടണം IMU-ൽ ഇത്രയും കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോജിസ്റ്റിക്കും സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ട കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ റീറ്റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വഡോദര. BBA ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, MBA ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, നമ്മുടെ സമയം ഇങ്ങനെ 45 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോഴേക്ക് നമുക്ക് പറഞ്ഞു പോകാം. PG ഡിപ്ലോമ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം. അവിടെ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ കോഴ്സ് നൽകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക് എന്ന് പറയുന്ന സ്ഥാപനം BCom ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളൊന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് നോക്കുക. BSc IT ആൻഡ് ലോജിസ്റ്റിക്, BBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ്, PGP ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ്, MBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാം കൂടി നമുക്ക് പറയാൻ സാധ്യമല്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഹൈദരാബാദ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് മുംബൈ, നവി മുംബൈ, IIM ഉദയ്പൂർ, IIM കോഴിക്കോട്, സിംബയോസിസ് പൂനെ, IMT ബിസിനസ് സ്കൂൾ നവി മുംബൈ, ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക് ആൻഡ് മാനേജ്മെന്റ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ്, പിന്നെ അതേപോലെ തന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് സ്റ്റഡീസ് കിഡ്സ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ലോജിസ്റ്റിക്കിലും സപ്ലൈ ചെയിനും ധാരാളം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ വളരെ അധികമാണ്. പുതിയ കാലഘട്ടത്തിൽ വ്യോമയാന, അതേപോലെ തന്നെ തുറമുഖ മേഖലയിലൊക്കെ വലിയ ഡെവലപ്മെന്റ് നമ്മുടെ ഈവൻ കേരളത്തിലും വിഴിഞ്ഞത്തും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ ധാരാളം ഉണ്ട് എന്ന് മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് ആ മേഖലയിലേക്ക് പോകാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് NCTE നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് ITEP എന്ന് പറയും. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ അധ്യാപന മേഖലയിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പറ്റുന്ന
ടീച്ചറാവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ ഇത് കൊടുക്കുന്നുണ്ട്. IITC, NITC, RIE, പിന്നെ ഗവൺമെൻറ് കോളേജ് ഓഫ് അക്കാഡമിക്, ഇങ്ങനെ ധാരാളം RIE, മൈസൂർ, ഷില്ലോങ്, അതേപോലെ തന്നെ ഭുവനേശ്വർ, ഭോപ്പാലിലൊക്കെ ഈ കോഴ്സ് ഉണ്ട് ഇൻ്റഗ്രേറ്റഡ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഐടപ്പിന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ സ്ഥാപനങ്ങൾ പോലും 2025 ഐടപ്പ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് അനുവദിക്കപ്പെടുകയാണെങ്കിൽ 2025 മുതൽ മലപ്പുറം ജില്ലയിലും കോഴ്സുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ആ മേഖലയിലേക്ക് ഈ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ ഐടപ്പിലൂടെ കോഴ്സ് ഓഫർ ചെയ്യുന്നത് BSc B.Ed 4 ഇയർ, MSc B.Ed 6 ഇയർ അല്ലേ. പിന്നെ അതേപോലെ തന്നെ BA B.Ed കോഴ്സുകളൊക്കെ ക്വാളിഫിക്കേഷൻ സയൻസിന് 60%, BA കോഴ്സുകൾക്ക് 50%. താല്പര്യമുള്ള ആൾക്ക് ടീച്ചർ മേഖലയിലേക്ക് താല്പര്യമുള്ളവർക്ക് ഐടപ്പിൻ്റെ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് നാഷണൽ കോമൺ ടെസ്റ്റ് ചെയ്തിട്ട് ഐടപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട്. പിന്നെ മറ്റൊന്നാണ് IIT മദ്രാസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന 2 years പ്രോഗ്രാം, MA പ്രോഗ്രാം, 2 year പ്രോഗ്രാംസ് അക്രോസ് 3 streams, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് സ്റ്റഡീസ്. ഇങ്ങനെ 3 കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകൾക്കും കൊമേഴ്സ് പഠിച്ച ആളുകൾക്കൊക്കെ IITയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് മറ്റൊരു മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ്, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്ന NCHMCT എന്ന് പറയുന്ന സ്ഥാപനം നൽകുന്ന കോഴ്സ്. അതിൻ്റെ ജോയിൻ എൻട്രൻസ് എക്സാം JEE2 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. JEE മെയിൻ നമുക്കറിയാം, സയൻസ് മേഖലയിൽ എടുത്തു പോകുന്ന, എഞ്ചിനീയറിംഗ് മേഖലയിലും ആർക്കിടെക്ട് ആ മേഖലയിലേക്ക് പോകുന്നവരാണ്. പക്ഷേ JEE2 എന്നറിയപ്പെടുന്നത് NCHMCTയുടെ ജോയിൻ എൻട്രൻസ് എക്സാം ആണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന BSc in Hospitality Hotel Administration Program, BSc in Hospitality Hotel Administration Generic, BSc in Hospitality Hotel Administration Specialization തുടങ്ങിയ മേഖലയിലൊക്കെ കോഴ്സുകളുണ്ട്. ക്വാളിഫയിങ് എക്സാം +2 ആണ്. ഏത് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്നുള്ളൂ, ഏത് സ്ട്രീമുകാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. 90 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ ഒറ്റ റൂഫിൽ നിന്നുകൊണ്ട് ആണ് അഡ്മിഷൻ നടക്കുന്നത്. അതിന് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കാറ്റഗറിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 21 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, 29 സ്റ്റേറ്റ്. അതൊന്നും നിങ്ങൾ നോക്കിപ്പോയാൽ മതി. പബ്ലിക് സെക്ടർ PSU, പിന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിപ്പോയാൽ മതി. ഓക്കെ. ഇനി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സുകൾ കേരളത്തിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. IHMCT കോവളം ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് ടെക്നോളജി, പിന്നെ അതേപോലെ ഫുഡ് ആൻഡ് ബീവറേജ് മാനേജ്മെൻറ്റ്, പിന്നെ BSc HHA, പിന്നെ ധാരാളം ഡിപ്ലോമ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് കേരളത്തിലെ ഈ സ്ഥാപനങ്ങളും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കേരളത്തിൽ തന്നെ കോവളം കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു സ്ഥാപനം, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് വെസ്റ്റ് ഹില്ല് കോഴിക്കോടുണ്ട്. 2 ഓറിയൻ്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ലക്കിടി വയനാടുണ്ട്. 3 കാറ്ററിംഗ് കോളേജ് തേക്കടി 120 സീറ്റ് അവിടെയുണ്ട്. പ്രൈവറ്റ് സ്ഥാപനമാണ്. വയനാട്ടിലെയും മൂന്നാറിലെയും. നോട്ടിഫിക്കേഷനൊക്കെ ഡിസംബർ ജനുവരി ഒക്കെയാണ്. എക്സാം നടക്കൽ ഏപ്രിലാണ്. അതൊക്കെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയ്ക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. എക്സാം പാറ്റേൺ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. 3 hours ഓൺലൈൻ എൻട്രൻസ് ആണ് കേട്ടോ. 150 സെൻറ്ററുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ലോ എന്ന് പറയുന്നത്. ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വക്കീലാകുക എന്ന് മാത്രം പരിമിതപ്പെടുക എന്നതിലപ്പുറം നല്ല ഓപ്പർച്യൂണിറ്റി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ജൂനിയർ അഡ്വക്കേറ്റ് മുതൽ സുപ്രീം കോർട്ട് ജഡ്ജി വരെ ആകാൻ പറ്റുന്ന ഒരു മേഖല. അതിനും അപ്പുറം പുതിയ കാലഘട്ടത്തിൽ പുതിയ മേഖലകളിൽ, കോർപ്പറേറ്റ് മേഖലകളിലേക്ക് പോലും ഈ ലോ കഴിഞ്ഞ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കോർപ്പറേറ്റ് ലോ, ബിസിനസ് ലോ,
ഫുഡ് ലോ, കൺസ്യൂമർ ലോ, മെഡിക്കൽ ലോ, ഫാമിലി ലോ, പാറ്റന്റ് ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ തുടങ്ങിയ മേഖലയിലൊക്കെ ഇന്ന് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിൽ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ അതിന് ഈ ലോ മേഖലയിലുള്ള ഒരു എൻട്രൻസ് അഡ്മിഷൻ ടെസ്റ്റാണ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അഡ്മിഷൻ ഫോർ 20 നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, 20 എന്നുള്ളത് ഇപ്പോൾ 23 24 ആയിട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി എന്തായാലും അവിടെ ധാരാളം BA LLB, BBA LLB, BCom LLB, BSc LLB ഇങ്ങനെ തുടങ്ങി ധാരാളം ലോ മേഖലയിലുള്ള കോഴ്സുകളുണ്ട്. നമുക്ക് എന്താ പറയുക, കേരളത്തിൽ തന്നെയും ന്യൂവാൽസ്, കൊച്ചിൻ അല്ലേ, അവിടെയും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമാണ്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സെൻ്ററാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ക്ലാറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലയിൽ എത്തിപ്പെടാൻ പറ്റും. പിന്നെ അത് ബ്രേക്കിംഗ് ഡൗൺ ക്ലാറ്റ് സ്ട്രക്ചർ അതിൽ പറയുന്നത്. ക്ലാറ്റ് നമ്മൾ ഒരു അഡ്വക്കേറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലോ മേഖലയിലേക്ക് പോകണമെങ്കിൽ അത് അതിൻ്റെ ക്ലാറ്റ് ക്രാക്ക് ചെയ്യാനുള്ള 120 മാർക്കിനാണുള്ളത്. 2 മണിക്കൂറാണ്, ഓഫ്ലൈൻ ആണ് എക്സാം. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അതിൽ നമ്മൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ്, GK, ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൻ്റെ പെർസെൻറ്റേജ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. സ്പോട്ട് ലൈറ്റ് ഇന്ത്യസ് ടോപ്പ് ലോ കോളേജസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി, പിന്നെ സിംബിയോസിസ് ലോ സ്കൂള്, ഇതൊക്കെ പ്രധാനപ്പെട്ട. നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു, കർണാടക. പിന്നെ വെസ്റ്റ് ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സയൻസ്, ഇങ്ങനെ തുടങ്ങിയ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലോ കോളേജസ് ആണ്, യൂണിവേഴ്സിറ്റീസ് ആണ്. ഇനി കേരളത്തിൽ എന്താണ് LLBക്ക് അല്ലെങ്കിൽ ലോവുമായി ബന്ധപ്പെട്ട കോഴ്സിന് പഠിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എൻട്രൻസ് എക്സാമാണ് CLE എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗവൺമെൻറ് ലോ കോളേജിൽ തിരുവനന്തപുരം, എറണാകുളം ഗവൺമെൻറ് ലോ കോളേജ്, തൃശ്ശൂർ ലോ കോളേജ്, ഗവൺമെൻറ് കോളേജ് കാലിക്കറ്റ് പ്രധാനപ്പെട്ട ലോ കോളേജുകളാണ്. അവിടെ 5 ഇയർ BA, BCom, BBA, LLB കോഴ്സസ് അവൈലബിൾ ആണ്. ഈ കോഴ്സ് നമ്മൾ കേരളത്തിൽ ലോ കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള ലോ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതർ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ടെക്നോളജി കുസാറ്റിലുണ്ട്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലുണ്ട്, അംബേദ്കർ ലോ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി ത്രൂ സെപ്പറേറ്റ് എക്സാം AILET. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ലോവുമായി ബന്ധപ്പെട്ട കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡ് കൂടുന്നതുകൊണ്ട് മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് 5 ഇയർ LLB കോഴ്സ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിൽ LLB പഠിക്കാനുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നല്ല ക്യാമ്പസുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് അവിടെ നിന്ന് തന്നെയുണ്ട്. IBM, ഇൻഫോസിസ്, IT ലിമിറ്റഡ് കമ്പനികളൊക്കെ ധാരാളം പ്ലേസ്മെന്റുകൾ അവരുടെ ലീഗൽ അഡ്വൈസർമാരൊക്കെ ആയിട്ട് അവിടെ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്ന രൂപത്തിലാണ്. എനിവേ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറഞ്ഞതാണ്. ജൂനിയർ ജഡ്ജ് മുതൽ ഹൈക്കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജ്, മുനിസിപ്പൽ മജിസ്ട്രേറ്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, പിന്നെ അതേപോലെ നേവി, ആർമി, എയർഫോഴ്സിലൊക്കെ ലീഗൽ ഓഫീസേഴ്സ് ഇൻ മൾട്ടിനാഷണൽ കമ്പനി, എൻവയോൺമെന്റൽ ലോ, ഇന്റർനാഷണൽ ലോ, ടാക്സേഷൻ, ആർബിട്രേഷൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം മേഖലയിൽ LLB കഴിഞ്ഞ അല്ലെങ്കിൽ ലോ കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റും. വളരെ അനന്ത സാധ്യതകളാണ് കോർപ്പറേറ്റ് മേഖലയിലൊക്കെ ഉള്ളത്. എല്ലാ കമ്പനികൾക്കും ലീഗൽ അഡ്വൈസർമാർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല ക്വാളിഫൈഡ് ആയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലയിലേക്ക് എത്തിച്ചേരാം. അതാണ് ക്ലാറ്റുമായി ബന്ധപ്പെട്ട്. ഇനി മറ്റൊന്നാണ് NID ഡിസൈനിങ് കോഴ്സസ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, സമയം കുറച്ച് അധികരിച്ചിട്ടുണ്ട്. BDES 4 ഇയർ BDES കോഴ്സുകൾ, ആനിമേഷൻ, സ്ക്രീനിലേക്ക് നോക്കുക, എക്സിബിഷൻ ഡിസൈൻ, സെറാമിക് ഗ്ലാസ് ഡിസൈൻ, ഫിലിം, വീഡിയോ, ഫർണിച്ചർ, ഇന്റീരിയർ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, പ്രൊഡക്റ്റ് ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ, ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NIDയുടെ അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഗാന്ധിനഗർ സെൻറ്ററുകളിൽ അല്ലെങ്കിൽ ഉള്ളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ NID DAT എന്ന് പറയുന്ന ടെസ്റ്റ് എഴുതി ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസൈൻ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത് NID കുരുക്ഷേത്രയിലുള്ള കോഴ്സുകളാണ് പറയുന്നത്. ഡിപ്ലോമ പ്രോഗ്രാം ഡിസൈൻ കോഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് ഉണ്ട്, പിന്നെ അതേ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഉണ്ട്, ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈനിങ് ഒക്കെ
കുരുക്ഷേത്രയിലുണ്ട്. NID വിജയവാഡയിലുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് കമ്മ്യൂണിക്കേഷൻ. ഡിസൈനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു പോവാണ്, കോഴ്സുകൾ പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ ജയ്പൂർ, IICD എന്ന് പറയുന്ന BDES 4-year കോഴ്സാണ് അവിടെ ഉള്ളത്. FMD, HMD, SMD, FT ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ജ്വല്ലറി ഡിസൈൻ തുടങ്ങിയ കോഴ്സുകളൊക്കെ IICDയിലുണ്ട്, ജയ്പൂരിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ UCD എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഇൻ ഡിസൈൻ മേഖലയിലുള്ള IITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IITകളിലുള്ള ഡിസൈൻ കോഴ്സിന് ജോയിൻ ചെയ്യാൻ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട എൻട്രൻസ് എക്സാമാണ് UCD എന്ന് പറയുന്നത്. ഡിസൈൻ കോഴ്സസ് ഇൻ IIT മുംബൈയിൽ 30 സീറ്റ്, ഗുവാഹട്ടി, ഹൈദരാബാദ്, IITDM ജബൽപൂർ, IIT ഡൽഹി, റൂർക്കേരി ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള കോഴ്സും അതിൻ്റെ സീറ്റുമാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിന്നെ അപ്പോൾ IITയിൽ ഡിസൈൻ കോഴ്സിന് നമുക്ക് ജോയിൻ ചെയ്യാം UCD ക്രാക്ക് ചെയ്തിട്ട്. പിന്നെ NIFT വേറൊരു സ്ഥാപനമാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈൻ. ഫാഷൻ ഡിസൈൻ താല്പര്യമുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് NIFTൻ്റെ അണ്ടറിൽ 19 ക്യാമ്പസുകളുണ്ട്. ആ ക്യാമ്പസുകളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ 19 ക്യാമ്പസുകളിലും നിങ്ങൾക്ക് കോഴ്സുകൾ ചെയ്യാം. BDES ഉണ്ട്, BF ടെക് അല്ലെങ്കിൽ BIF ടെക് എന്ന അപ്പാരൽ പ്രൊഡക്ഷൻ. അതിൽ പിന്നെ +2 മാത്സ് കൊമേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ചെയ്ത ആളുകൾക്കേ പറ്റുള്ളൂ. പിന്നെ BDES ഏത് കൊമേഴ്സുകാർക്കും പറ്റും. 19 സ്ഥാപനങ്ങൾ NIFTൻ്റെ ഏത് ക്യാമ്പസിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ മേഖലയിലൊക്കെയാണ് പ്രധാനമായിട്ടും ഡിസൈനിങ് വരുന്നത്. NIFT ഒരു സെൻറ്റർ 19-ൽ 1 കണ്ണൂരാണ്. കണ്ണൂരുള്ള പറയാതിരിക്കാൻ വയ്യ. NIFT കണ്ണൂരിൽ ഉള്ള കോഴ്സ് BDES ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, PFD അപ്പാരൽ പ്രൊഡക്ഷൻ, പിന്നെ BDES ടെക്സ്റ്റൈൽ ഡിസൈൻ, BDES നിറ്റ് വെയർ ഡിസൈൻ, BDES ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കോഴ്സുകളാണ് ഉള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എൻട്രൻസിൽ കാറ്റ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, ജനറൽ എബിലിറ്റി ടെസ്റ്റ്, പിന്നെ അതിന് ഷോർട്ട് പ്ലേസ് ചെയ്തതിനു ശേഷം ഒരു സിറ്റുവേഷൻ ടെസ്റ്റ് കൂടി നടത്തിയിട്ടാണ് ഈ കണ്ണൂർ NIFTൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുക. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക, കണ്ണൂർ NIFTൽ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പോകാവുന്നത്. മറ്റൊരു സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, പിന്നെ FDI, അതായത് നമ്മൾ ഫുഡ് വെയർ ഡിസൈനിങ് താല്പര്യമുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹൈദരാബാദിലെ ക്യാമ്പസ്. ഹൈദരാബാദിൽ FTDI ഹൈദരാബാദ്. ഓക്കെ, ഫുഡ് വെയറിൽ താല്പര്യമുള്ള ആളുകൾക്ക്. പിന്നെ FTDI എൻട്രൻസ് ടെസ്റ്റാണ് AIST, ഓൾ ഇന്ത്യ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും 12 ക്യാമ്പസ് ഉണ്ട്. അതായത് ചെരുപ്പ് ഫുഡ് വെയർ മേഖലയിൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് കോഴ്സ് നൽകുന്ന 12 ക്യാമ്പസുകൾ FTDIയുടെ അണ്ടറിൽ. ഓക്കെ, അത് സമയമില്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കൊമേഴ്സുകാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത് വളരെയധികം പുതിയൊരു കോഴ്സാണ്. അതായത് ലോകത്ത് ഏറെ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. അതായത് ബാങ്കും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സാമ്പത്തികമായ വിശകലനം ഒക്കെ നടത്തുന്ന ഒരു മേഖലയാണിത്. മാത്സ്, അതേപോലെ തന്നെ അനലിറ്റിക്സ്, ഡാറ്റാ സയൻസ്, സ്റ്റാറ്റി ഒക്കെ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കോർപ്പറേറ്റുകൾക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊന്നും ഒഴിച്ചു മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. സേവനത്തിനും ഒരു ഉൽപ്പന്നത്തിനും എത്ര വിലയിക്കണം എന്നൊരു പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, പക്ഷെ ആ ഉൽപ്പാദനത്തിന് വരുന്ന കോസ്റ്റ് നമുക്കറിയാം. പക്ഷെ എൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ എഫേർട്ട് അതെങ്ങനെ മാർക്കറ്റിൽ വിലയിടുക എന്നുള്ളതൊക്കെ ഇവരാണ് നിശ്ചയിക്കുന്നത്. പ്രധാന മേഖലകൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് സേവനങ്ങളുടെ രൂപകൽപ്പന, പ്രീമിയം നിശ്ചയിക്കൽ, അസറ്റ് ലയബിലിറ്റി, റിസർച്ച് അനാലിസിസ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, റിസ്ക് മാനേജ്മെന്റ് എന്നിവയിൽ ഇവരുടെ സംഭാവന. അതിൻ്റെ ഒരു പ്രത്യേകത, എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ACET എന്ന് പറയുന്ന ആക്ച്വറിയൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ് വർഷത്തിൽ 2 പ്രാവശ്യം ജൂണിലും ഡിസംബറിലും നടക്കും. പിന്നെ ട്രസ്റ്റ്, എൻട്രൻസ്, സ്റ്റുഡൻസ് മെമ്പർഷിപ്പ്, അസോസിയേഷൻഷിപ്പ്, ഫെലോഷിപ്പ്, 3 സ്ട്രക്ചറാണ് അതിനുള്ളത്. അത് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് മാത്രം ചെയ്യുന്നത്. ആക്ച്വറിയൽ
അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്സുകാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആക്ച്വറിയൽ സയൻസ്. പിന്നെ കൾണറി ആർട്സ് എന്ന് പറയുന്നത് പുതിയ ഒരു എന്താ പറയുക, ബാച്ചുലർ ഓഫ് ആർട്സ് ഇൻ കൾണറി. അത് ചില ആൾക്കാർ കുൾണറി എന്നും പറയും. എനിവേ എന്ത് പറഞ്ഞാലും കൾണറി ആർട്സ് എന്ന് പറയുന്നത് പുതിയ ഒരു മേഖലയാണ്. നമുക്കറിയാം ഷെഫ്, അതേപോലെ തന്നെ കുക്ക്. എന്താണ് ഷെഫും കുക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഷെഫ് എന്ന് പറയുന്നത്, ഷെഫ് ഈസ് എ ട്രെയിൻഡ് പ്രൊഫഷണൽ ഹു ഹാസ് ഫോർമൽ ഒരു എന്താ പറയുക, അയാൾ ഫോർമൽ കൾണറി അല്ലെങ്കിൽ കുലിനറി ആർട്സ് എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾക്കാണ് ഷെഫ് എന്ന് പറയുക. അതേസമയം കുക്ക് പറഞ്ഞാൽ നമ്മൾ കൺവെൻഷണൽ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിന് നല്ല സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. നല്ല പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, പിന്നെ അതേപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ എന്താണ് ഇതിൻ്റെ സാധ്യതകൾ ഉണ്ട്. നമുക്കറിയാം ഡിപ്ലോമാറ്റ്സുകൾക്ക് ഫുഡ്, എംബസി, അതേപോലെയുള്ള അങ്ങനെയുള്ള മേഖലയിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഈ കുലിനറി ആർട്സ് കോഴ്സ് കഴിഞ്ഞ ആളുകളെയാണ് അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ. പിന്നെ മറ്റൊന്ന്, +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ നമുക്കറിയാം അതിൻ്റെ പ്രൊഫഷണൽ എക്കണോമിക്സ്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിൻ്റെ സ്കോപ്പ് എക്കണോമിക്സ് അവിടെ കൊടുത്തിട്ട് നോക്കുക. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം സാധ്യതയുള്ള എക്കണോമിക്സ് എന്താണ് കൊമേഴ്സിൻ്റെ ഒരു മേഖലയാണ്. നമുക്ക് ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്നത്, നമുക്കറിയാം IAS പോലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ്. ഈ എക്കണോമിക് സർവീസിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ജമീല സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു കോട്ടയംകാരി അതിൽ 12ാം റാങ്ക് നേടി എന്നുള്ളതാണ്. കോട്ടയത്തുകാരി, മലയാളിയാണ്. അവള് എന്താണ് എക്കണോമിക്സിലൂടെയാണ് മുന്നോട്ട് പോയത്. എക്കണോമിക്സ് എടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്കണോമിക്സിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഹൈ പൊസിഷനിൽ എത്താൻ പറ്റും. ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യയുടെ പോളിസി മേക്കേഴ്സ് ആയിട്ട് നമുക്ക് മാറാൻ കഴിയും എക്കണോമിക്സ് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഓരോ ഗവൺമെന്റിന്റെയും സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ഈ എക്കണോമിക്സ് സർവീസ് മേഖലയിലുള്ള ആളുകളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഹൈ പൊസിഷനിലേക്ക് എത്താം. ഓപ്പർച്യൂണിറ്റീസ്, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രി ഫീൽഡ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ഇൻഷുറൻസ്, സെക്യൂരിറ്റി, ഇതൊക്കെ പറയാം. ഇന്ത്യൻ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, ഗവൺമെന്റ് മേഖലയിലേക്കും നമുക്ക് കയറി ചെല്ലാം. സെൻട്രൽ ഗവൺമെന്റ് പോളിസീസ് മേക്കേഴ്സ്, അസിസ്റ്റന്റ് എക്കണോമിക് അഡ്വൈസർ ആവാം, ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറിമാരാവാം, അങ്ങനെ ധാരാളം മേഖലയിലേക്ക്. അപ്പോൾ BA എക്കണോമിക്സ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ ഹൈ പൊസിഷനിലേക്ക് എക്കണോമിക്സ്, അപ്ലൈഡ് എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രീം എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കുസാറ്റ്, ഇതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി എടുത്ത് പോകാം. +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് 4 സ്ട്രീമാണല്ലോ എന്താണ് കൊമേഴ്സിലുള്ളത്, അതിലൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ട്രീമിലുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിന് ജോയിൻ ചെയ്യുക. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതൊക്കെ മേഖലയിലേക്ക്? മാർക്കറ്റ് റിസർച്ചർ ആവാം, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാം, കോസ്റ്റ് എസ്റ്റിമേറ്റർ ആവാം, ബിസിനസ് അനലിസ്റ്റ് ആവാം, സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആവാം, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആവാം, എക്കണോമിസ്റ്റ് ആവാം, സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാനൊരു പ്രദക്ഷിണമായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് എല്ലാ കോഴ്സുകളും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാരിഫിക്കേഷൻ വരുത്താവുന്നതാണ്. ഓക്കെ. അപ്പോൾ പ്രസൻറ്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ. Okay, thank you, sir. Thank you. Welcome. നമുക്ക് ഈ ഒരു വിഷയത്തിൽ വളരെ വിശദമായി തന്നെ നമ്മോട് സംബന്ധിച്ചിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുള്ള ഗൂഗിൾ ഫോമിലൂടെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ അറിയിക്കേണ്ടത്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ജാക്കബ് ജെയിംസ് ആണ് ചോദിച്ചിട്ടുള്ളത്.
Do we want maths for CMA and more details about BBA marketing logistics? രണ്ട് ചോദ്യങ്ങളാണ്. ഹലോ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുക, ഞാൻ കേട്ടില്ല. ഞാൻ ഒന്നാമത്തത് പിന്നെ CMAക്ക് മാത്സ് ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഓക്കെ. CMA കോഴ്സിന് മാത്സ് ആവശ്യമില്ല. CMA കോഴ്സ് എന്താണ്, അതിന് അങ്ങനെ ഒരു ക്രൈറ്റീരിയ പറയുന്നില്ല. മാത്സ് ഇല്ലാത്തവർക്കും കൊമേഴ്സ് എടുത്ത ആർക്കും അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് സ്ട്രീമിൽ ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ചോദ്യം വന്നത് ഡീറ്റെയിൽസ് അബൌട്ട് BBA മാർക്കറ്റിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. ഓക്കെ, BBA മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയേണ്ടത്? അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത്. ആൾ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ജാക്കബ്. BBAക്ക് സിലബസും മാത്സും വേണമെന്നൊക്കെ എനിക്ക് അറിയണ്ടേ, പിന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് BBAക്ക് എന്താണ് മാത്സ് വേണം എന്നില്ല. ചില സ്ട്രീമുകൾ മാത്രം, ചിലത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, BBAയില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ BCOM, ഞാൻ BBA പറയുന്നതിന് മുമ്പ് BCOM തന്നെ പറയാം. BCOM ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ ചില കോഴ്സുകളിൽ മാത്സ് വേണമെന്ന് പറയും, അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിലുള്ളവരെന്ന് പറയും. അതോടൊപ്പം തന്നെ ഈ ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസിലൊക്കെ കൊമേഴ്സുള്ള മാത്സ് പഠിക്കാത്ത ആളുകൾക്കും ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ട്. അത് പല കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നതുപോലെ തന്നെ BBAയിലെയും കാര്യത്തിൽ മാർക്കറ്റിംഗ്, അതിന് മാത്സ് വേണമെന്നൊന്നുമില്ല. BBA ലോജിസ്റ്റിക്കിൽ ആണെങ്കിൽ മാത്സ് ഇല്ലെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ സർ, താങ്ക് യു. പിന്നെ നമ്മുടെ CGയുടെ സീനിയർ ഫാക്കൽറ്റീസ് ഒക്കെ ഇതിൽ ഉണ്ട്. അവർ കൂടി അവരുടെ കമന്റ്സ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഗൂഗിൾ ഫോമിലേക്ക് ഒരു ചോദ്യമാണ് വന്നത്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് ചോദിക്കാം. Major subject study. പറയൂ. സർ, ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് വിൽ ബി ഓക്യുപ്പൈഡ് ബൈ AI ഇൻ മാനേജ്മെന്റ് ഫീൽഡ്? മാനേജ്മെന്റ് ഫീൽഡിൽ ഹലോ what are the areas that will be occupied by AI in management field? മാനേജ്മെന്റ് ഫീൽഡിൽ ആർട്ടിഫിഷ്യൽ മേഖലയിൽ മാനേജ്മെന്റ് ധാരാളം കോഴ്സുകൾ, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോഴ്സുകൾ ധാരാളം വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിലിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് മേഖലയിൽ ഇപ്പം BBA ആവട്ടെ, അതേപോലെ തന്നെ MBA ആവട്ടെ, അതിൽ ധാരാളം എങ്ങനെ ഡാറ്റകളെ അനലൈസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ആ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അതിനെ മാനേജ് ചെയ്യുന്നിടത്തൊക്കെയാണ് ധാരാളമായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകൾ കടന്നു വരുന്നത്. അതിങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിങ്ങനെ AI മാനേജ്മെന്റിന് AI എന്ന് പറഞ്ഞിട്ട് കോഴ്സുകൾ ഇപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് കോഴ്സുകൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ മാനേജ്മെന്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സംഗതികളൊക്കെ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യാം ഡാറ്റാസ്, പിന്നെ അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെയും അതേപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ AI ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സുകൾ വരുന്നതേ ഉള്ളൂ. ഇനി അൻവർ സാറൊക്കെ ഉണ്ട്, അൻവർ സാറൊക്കെ അതിൽ കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. കൗൺസിലേഴ്സ് കൂടി പിന്നെ ഒന്ന് ഉത്തരങ്ങൾ പറയണം വിചാരിക്കും. CUET എഴുതി എൻട്രൻസ് കിട്ടിയാൽ വീണ്ടും ഫീസ് ഉണ്ടോ? ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം വന്നത്. CUT കഴിഞ്ഞാൽ ഫിറോസ് സാറൊക്കെ ഉണ്ട്. ഫിറോസ് സാറൊക്കെ റിപ്ലൈ ചെയ്യാവുന്നതാണ്. CUT എഴുതിയാൽ കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് ഉണ്ടോ? എന്താ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കണം. റിഫ ആണ് ചോദിച്ചത്. അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ക്ലിയർ ആവും. CUT എഴുതിയാൽ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും അതിന് ഫീ ഉണ്ടാവുമോ? എൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. CUET ഗുഡ് മോർണിംഗ്. ഞാൻ പറയാം. CUET എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ പ്രീമിയർ സ്റ്റാറ്റസ് ഉള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ ട്യൂഷൻ ഫീസ് ആയിട്ടും അതുപോലെ തന്നെ ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷനും വളരെ കുറഞ്ഞ ഫീസിലായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ CUET വഴി ഈ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, കുറച്ചും കൂടെ ഒരുപാട് ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇപ്പം അമിറ്റി യൂണിവേഴ്സിറ്റി, DY പട്ടീൽ, അങ്ങനെ മണിപ്പാൽ, അതേപോലെ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് DY പട്ടീൽ, അമിറ്റി ഒക്കെ നല്ല രീതികളിൽ CUET ത്രൂ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ എപ്പോഴും CUET എഴുതി കഴിഞ്ഞാലും അവിടേക്കൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഫീസ് ഉണ്ടാവും. അത് CUET എഴുതി എന്നുള്ളത് കൊണ്ട് ഫീസ് കൺസെഷൻ അവിടെ ഇല്ല. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും വളരെ കുറഞ്ഞ ഫീസോട് കൂടി പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു റംല മാം. അടുത്തൊരു ചോദ്യം വന്നത് ഹോട്ടൽ മാനേജ്മെന്റ് എൻട്രൻസ് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, അതിന്റെ എൻട്രൻസ് ഏതാണ്, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ സ്ലൈഡിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണല്ലോ. അങ്ങനെയാണ്. ഓൾറെഡി നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവലൊക്കെ സ്ഥാപനം കേരളത്തിലെ ഹോട്ടൽ മാനേജ്മെന്റിൽ 4 സ്ഥാപനങ്ങൾ നമ്മൾ കൃത്യമായി, കോവളം, മൂന്നാർ, കോഴിക്കോട് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, വയനാട് ഒക്കെ നമ്മൾ പറഞ്ഞാണല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു പിന്നെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിലേക്ക് കൂടി അപ്ലോഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊന്ന് നമുക്ക് ചാറ്റ് ബോക്സിൽ. ഓക്കെ, ചോദിച്ചു. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കോളേജിൽ നിന്നും വ്യത്യസ്തമായി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന നല്ല എക്സ്പോഷറാണ് ഒന്ന്. രണ്ടാമത് നല്ല ഫാക്കൽറ്റീസ്, പിന്നെ അതേപോലെ തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെ എല്ലാം തുടങ്ങിയ ലൈബ്രറീസ്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് നല്ല പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ മറ്റു സ്റ്റേറ്റിലെ കുട്ടികളെയും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മളറിയാതെ നമ്മൾ ഡെവലപ്പ് ആവുകയും വളരുകയും ഒരു എക്സ്പോഷർ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ എപ്പോഴും MOI എന്ന് പറയും, മെമ്മറണ്ടം ഓഫ് യൂണിവേഴ്സിറ്റി. ഇവർ എപ്പോഴും ഇൻഡസ്ട്രിയുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ടും ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അവിടെ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലാണോ? നമ്മളിപ്പോൾ BA എക്കണോമിക്സോ ഇവിടുന്ന് പഠിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറത്തെ അല്ലെങ്കിൽ കോഴിക്കോടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് എക്കണോമിക്സ് പഠിച്ചിറങ്ങി കഴിയുന്നതിനേക്കാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഡൽഹി ശ്രീറാം കോളേജിൽ നിന്ന് എക്കണോമിക്സ് കഴിഞ്ഞ ഒരാൾക്ക് വാല്യൂ കൂടുതലാണ്. അവിടെയുള്ള ആളുകളായിരിക്കും ഇന്റർവ്യൂലൊക്കെ കിട്ടാൻ സാധ്യത. എക്സ്പോഷർ കൊണ്ടും നോളജ് കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഉയരത്തിൽ അവർ ആയിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് പ്ലേസ്മെന്റിനൊക്കെ സാധ്യതയും കൂടുതലുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, CUETയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇപ്പം PGയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷൻ അടുത്ത ആഴ്ചകളിൽ ഉണ്ടാവും, അതിലൂടെ ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് വന്നത് കുറച്ച് ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. അബൌട്ട് BCom LLB കോഴ്സിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ്. അൻവർ സാർ പറഞ്ഞോളൂ. സാർ പറയില്ലേ? ഹലോ, എന്താ ചോദിച്ചേ?
ബികോം LLB നമ്മൾ ക്ലാറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു, പക്ഷെ എന്നാലും വന്നിട്ടുണ്ട് ചോദ്യം. ബികോം അതായത് LLB കുറിച്ചൊന്ന് പറയുമോ? അതെ, LLB രണ്ട് രീതിയിൽ LLB നമുക്ക് ചെയ്യാവുന്നതാണ്. +2 കഴിഞ്ഞിട്ട് ഇന്റഗ്രേറ്റഡ് LLB ചെയ്യാം, അതേസമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് 3 ഇയർ LLBയും ചെയ്യാം. അപ്പൊ +2 സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്റഗ്രേറ്റഡ് LLB ആണ് അവർക്കുള്ള അവസരം. അപ്പൊ അതിനുള്ള എൻട്രൻസുകളാണ് ഇപ്പൊ സാറ് ഓൾറെഡി പറഞ്ഞല്ലോ, ക്ലാറ്റ്, അതുപോലെ കേരള ലോ എൻട്രൻസ് എക്സാംസ്, അതുപോലെ ഐലറ്റ്, ഇതുപോലെയുള്ള എൻട്രൻസുകളൊക്കെ എഴുതിയിട്ട് 5 വർഷത്തെ LLB ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ LLB പല സ്ഥാപനങ്ങളിലും പല രീതിയിലാണ്. അതായത് ചില സ്ഥലങ്ങളിൽ BA LLB ഉണ്ട്, ചില സ്ഥലത്ത് ബികോം LLB ഉണ്ട്, അതുപോലെ BBA LLB ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ബികോം LLB ആണ് താല്പര്യമെങ്കിൽ അതുള്ള സ്ഥാപനത്തിൽ ഓപ്ഷൻ കൊടുക്കുക. അത് ഓപ്ഷന് എക്സാമിന് അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലാറ്റിനൊക്കെ അപ്ലൈ ചെയ്യാം, എന്നിട്ട് ക്ലാറ്റിൽ ഒരു റാങ്ക് കിട്ടിയിട്ട് പിന്നെ അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ സ്ഥാപനം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 വർഷം കൊണ്ട് ബികോമും അതുപോലെ LLBയും പഠിക്കാൻ പറ്റും. അതുപോലെ ചില സ്ഥാപനങ്ങളിൽ BBA LLB ഉണ്ട്. അപ്പൊ നമ്മുടെ താല്പര്യം അനുസരിച്ച് അങ്ങനെ ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു സർ. 1-2 ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഹൗ വിൽ ബി FRM ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഇൻ ഫ്യൂച്ചർ? ജാക്കബ് ജെയിംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് അതെങ്ങനെയായിരിക്കും ഫ്യൂച്ചറിലേക്ക്? അൻവർ സാർ റിപ്ലൈ ചെയ്യില്ലേ? അൻവർ സാറ്, അതേപോലെ തന്നെ റംല മാഡം, ഫിറോസ് സാറൊക്കെ ഉണ്ട്. എന്തായിരുന്നു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ ചോദ്യം? ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയായിരിക്കും എന്നാണ് അറിയേണ്ടത്. ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് അല്ലേ? ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വലിയൊരു ടോപ്പിക്കാണ്. അതിലിപ്പോൾ എന്താണ്, അത് പുതിയ കാലത്ത് പുതിയ കോഴ്സ് എന്താണ്, ടെക്നോളജിയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് കൊണ്ട് തന്നെ പുതിയ സിലബസിലൊക്കെ വരേണ്ട ഒരു സംഗതി കൂടിയാണത്. പിന്നെ അതിൻ്റെ കറക്റ്റ് ആൻസർ ആവശ്യം ഒന്നുകൂടി റെഫർ ചെയ്തതിന് ശേഷം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിന്റെ കരിയർ സാധ്യതയെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം, പുതിയ കാലത്ത് വലിയൊരു സാധ്യത കണ്ടെത്തുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന റിസ്ക്, അതിന്റെ ഡൗൺ സൈഡ്സ്, അത് ഒരു റിസ്ക് ആക്സെപ്റ്റ് ചെയ്യണോ, അതല്ല റിസ്ക് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യണോ, റിസ്ക് മെഷർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഓരോ ഫൈനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട് വളരെ ചാലഞ്ചിങ് ആയ റിസ്കുകൾ വ്യാപകമായിട്ടുണ്ടാവും. അപ്പോൾ റിസ്കുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ആ മേഖലയിലേക്ക് നമുക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു ജോബ് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും അത് സ്പെഷ്യലിസ്റ്റുകൾ ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ ആ മേഖലയിലെ സ്പെഷ്യലിസ്റ്റ് ആവാൻ നമുക്ക് പറ്റുമോ വേണോ എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ചോദ്യത്തിന്റെ ഒരു ക്രക്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മേഖലയാണ്. പക്ഷെ അതൊരു UG ലെവലിൽ സ്പെഷ്യലൈസേഷൻ ഒന്നും ചെയ്ത് പോകേണ്ട കോഴ്സല്ല. +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഈവൻ PG കഴിഞ്ഞോ അല്ലെങ്കിൽ MCOM കഴിഞ്ഞോ അല്ലെങ്കിൽ MBA കഴിഞ്ഞോ സ്പെഷ്യലൈസ് ചെയ്ത് പോകേണ്ട ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസോ അങ്ങനെയുള്ള ആഡ് ഓൺ കോഴ്സുകളോ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ചെയ്ത് ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു +2 സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിക്ക് ഒരു ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് കോഴ്സ് ആയിട്ട് പഠിക്കുക അങ്ങനെയൊന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിഗ്രിക്ക് ശേഷം സ്പെഷ്യലൈസ് ചെയ്ത് പോവുക, ആ മേഖലയിലുള്ള സാധ്യതകൾ കണ്ടെത്തി അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.
ഓക്കെ, താങ്ക് യു ഫിറോസ് സർ. ഇനി നമുക്ക് ചോദ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. സർ ഈ CA, ACCA ഒക്കെ പാസിംഗ് പെർസെന്റേജ് റേറ്റ് കുറവല്ലേ? അപ്പൊ ഈ കോഴ്സ് ഒരു 4 ഇയർ വിത്തൗട്ട് ഡിഗ്രി ചെയ്തിട്ട് പാസ് ആവാതിരുന്നാല് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും പിന്നെ ഈ കോഴ്സ് കൊണ്ട്? അതിൽ ഇപ്പോൾ CAന്റെ സക്സസ് അതായത് വിജയ ശതമാനം വളരെ കുറവാണെന്നുള്ളത് ശരിയാണ്. അത് കൺസിസ്റ്റൻസിയോടുകൂടി നാളെ ഉഷാറായിട്ട് പഠിക്കുക, പാസ്സാവണം എന്നുള്ള ഇച്ഛാശക്തിയോട് കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് പ്രധാനം. അപ്പോൾ ഇപ്പോൾ ഈ വർഷത്തെ റിസൾട്ട് വന്നല്ലോ. റിസൾട്ട് വന്നപ്പോൾ എന്താണ് 16.8% മാത്രമേ വിജയ ശതമാനം ഉള്ളൂ എന്നാണ് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ എങ്കിലും കേരളത്തിലെ ഒരു കുട്ടിക്കാണ് അതിന് 4ാം റാങ്ക് കിട്ടിയത്. കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് അല്ലേ, ഓൾ ഇന്ത്യ ലെവലിൽ 4ാം റാങ്ക് കോഴിക്കോടുകാരിയായ അംറത് ഹാരിസോ എന്തോ പറഞ്ഞൊരു കുട്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ പഠിക്കുന്നവർ നല്ല ഉഷാറായിട്ട് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ ഇനി എന്താണ് CA പഠിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാലും നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന വേറെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനികളിലൊക്കെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഫെയിൽ ആവുക എന്നുള്ള ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്തിട്ട് ഉദ്ദേശം വെച്ച് മുന്നോട്ട് പോകരുത്. ജയിക്കണമെന്ന് വിചാരിച്ച് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യുക. അഥവാ ഇൻ കേസ് ഇനി നമ്മൾ ഫൈനൽ ലെവലിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ ഇന്റർമീഡിയറ്റ് ലെവലിൽ നിന്ന് തന്നെ നമുക്ക് കമ്പനികളിൽ ജോബിൽ പ്രവേശിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിൽ ഒന്ന് പ്രധാനമായിട്ടും എന്താണ് സർട്ടിഫൈഡ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ CA പകുതി നിന്നാണെങ്കിലും നമുക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാം. പക്ഷെ അത് ഒരു കോഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പരിപൂർണമാക്കി വിജയിക്കുക എന്നുള്ളത് ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതിലേക്ക് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതായത് +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഫുൾ ടൈം CA കോച്ചിങ് ഉദ്ദേശിച്ച് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് പ്രൈവറ്റ് ആയിട്ട് BCom ഡിസ്റ്റന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും കൂടെ ചെയ്യാം. 3 അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞതിന് ശേഷം അഥവാ CA ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അവര് BCom ഉണ്ടാവും. ഓക്കെ, ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഫുൾ ടൈം കോച്ചിങ്ങിന് പോയാലുള്ള സൗകര്യം എന്താന്ന് വെച്ചാൽ നല്ല ഒരു കോളേജിൽ പോയിട്ട് BCom MCom ഒക്കെ പഠിച്ച് അക്കൗണ്ടന്റ് ആവുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള ഒരു അക്കൗണ്ടന്റ് ആവാൻ പറ്റും ഫുൾ CA ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും. കാരണം അതിന്റെ പഠനവും പ്രാക്ടീസും ഒക്കെ ആ രീതിയിലുള്ളതാണ്. ഒന്നാമത്തെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ടല്ലോ, 2 വർഷം ഒരു ക്വാളിഫൈഡ് ചാർട്ടറിന് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം CA ഫൈനൽ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇന്റർ ക്ലിയർ ചെയ്തു, ആർട്ടിക്കിൾഷിപ്പും കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും, പ്ലസ് BCom ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഫുൾ ടൈം കോച്ചിങ് വഴി CAക്ക് പോകുന്ന ആള്, അതായത് ഡിഗ്രിക്ക് പോകുന്നില്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് BCom രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക്സ്. ഈ ACCA അക്കൗണ്ടൻസി പ്രാക്ടിക്കലും തിയറി ആണോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എക്സ്ട്രാ? പ്രാക്ടിക്കലും തിയറിയും തന്നെയാണല്ലോ. അക്കൗണ്ടൻസി തിയറി ഉണ്ടാവും, അതിന് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ CAയുടെ ഭാഗമായിട്ടും ACCയുടെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ട്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി പ്രാക്ടീസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സ്, ആ രീതിയിലുള്ള നിശ്ചിത ഹവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. മെയിനായിട്ട് അക്കൗണ്ടൻസി തിയറിയും അതിന്റെ പ്രോബ്ലവും. ഈ ACCA ഇന്റർ കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമോ? BCom കൂടെ ഉണ്ടെങ്കിൽ ACCA സെക്കൻഡ് സ്റ്റേജ്, അതായത് 3+6 9 പേപ്പർ ക്ലിയർ ചെയ്താൽ അത്യാവശ്യം നല്ല ഒരു അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. BCom കൂടെ വേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ആളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. സുനീറ.
ഹലോ ഹലോ സർ. ചോദിച്ചോളൂ. അതെ, ഡിഗ്രി കഴിഞ്ഞാല് നമുക്ക് BEd എടുക്കണമെങ്കിൽ PG BCom കഴിഞ്ഞിട്ട് പിന്നെ PG നിർബന്ധമാണോ? MCom നിർബന്ധമാണോ BEd എടുക്കണമെങ്കിൽ? അല്ല വേറെ എവിടെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഹലോ ഹലോ. കേരളത്തിൽ പൊതുവെ MCom BEd ആണുള്ളത്. അതേസമയം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ക്യാമ്പസിൽ BCom BEd ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ചില സ്ഥാപനങ്ങളിലൊക്കെ BCom കഴിഞ്ഞവർക്ക് BEd ചെയ്യാൻ പറ്റും. കേരളത്തിൽ പൊതുവെ MCom BEd ആണ്, എക്സെപ്റ്റ് അലിഗഡ് മുസ്ലിം മലപ്പുറം ക്യാമ്പസ്. ഓക്കെ, താങ്ക് യു. അത് BCom കഴിഞ്ഞാൽ വേറെ ഏതിലെങ്കിലും PG ഉണ്ടായാൽ മതിയാവില്ല എന്ന് തോന്നുന്നു അല്ലെ? കേരളത്തിൽ ഇപ്പൊ നിലവില് ഇപ്പൊ MCom തന്നെ വേണമെന്ന് നിർബന്ധം. കൊമേഴ്സ് ടീച്ചർ ആവണമെങ്കിൽ MCom BEd തന്നെ വേണം. ഇനി മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാൻ MCom ഉള്ള ഒരാൾക്ക് കൊമേഴ്സിൽ അല്ലാത്ത BEd ഉണ്ടെങ്കിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട്. ജനറലി MCom BEd തന്നെയാണ്. അപ്പൊ നമുക്ക് കൊമേഴ്സിൽ അല്ലാതെ BEd എടുക്കണമെങ്കിൽ ഡിഗ്രി BCom കഴിഞ്ഞവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? കൊമേഴ്സിൽ അല്ലാതെ നമുക്ക് BEd എടുക്കാൻ അത് താല്പര്യം? കേരളത്തിന് പുറത്തൊക്കെ ആ രീതിയിലുള്ള പ്രൊവിഷൻ ഉണ്ട്. സോഷ്യൽ സയൻസിലൊക്കെ BEd ചെയ്യാൻ പറ്റും. ഈ കേരളത്തിന് പുറത്ത് അത് എവിടെയാണ് എന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആക്കി നോക്കണം. നോക്കണ്ടേ? നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാൻ സാധ്യതയുണ്ടോ അതിന്റെ? ഓക്കെ, താങ്ക് യു. അതെ അതെ. ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സമയം 10:30 ആയിട്ടുണ്ട്. ബഷീർ സാർ, നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ, കൊമേഴ്സ് മേഖലയിലെ പഠന സാധ്യതകൾ എന്നൊരു വിഷയത്തിൽ നമ്മളോട് വളരെ വിശദമായി നമ്മളോട് സംബന്ധിച്ച സിജിയുടെ റിസോഴ്സ് പേഴ്സൺ അബ്ദുൽ ബഷീർ സാറിന് എല്ലാവിധ നന്ദിയും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇനിയും കുറെ അധികം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നറിയാം. നമുക്ക് സിജി കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീസിലും അതുപോലെ തന്നെ മലപ്പുറം ഓഫീസിലും ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഫ്രീ കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് സെഷനുകൾ നടക്കുന്നുണ്ട്. ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ സമാപിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.